നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരു വാർത്തയാണ്. നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ളൊരു വാർത്തയല്ല ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എന്റെ ഒരു സംശയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരു വീഡിയോയിലൂടെയാണല്ലോ നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോയിലൂടെ ഞാൻ എന്റെ ഒരു സംശയം പങ്കുവെക്കുകയാണ്. എനിക്ക് ഈ സംശയം തുടങ്ങിയിട്ട് 1-2 ദിവസമായിരുന്നു. ഇന്ന് ഞാൻ ഇതേ സംശയം പങ്കുവെച്ചുകൊണ്ടുള്ള വേറെ അല്ലെങ്കിൽ ഇതിനോട് സാമ്യമുള്ള സംശയം പങ്കുവെക്കുന്ന പല വീഡിയോകളിലും അല്ലെങ്കിൽ പലരുടെയും വാക്കുകളിലും എനിക്ക് ഈ ഒരു സംശയം കാണാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് ചോദിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ അവര് ചോദിച്ച ചോദ്യം എന്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം രാത്രിയോടുകൂടി തന്നെ ഈ ഒരു വാർത്ത പുറത്തു വരികയുണ്ടായെങ്കിലും പിറ്റേ ദിവസമാണ് ശക്തമായിട്ട് ഈ സാധനം കത്തിക്കയറുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. സത്യത്തിൽ ഇത് പൃഥ്വിരാജ് ഇറക്കിവിട്ട അല്ലെങ്കിൽ ആ ടീം ഇറക്കിവിട്ട ഒരു നമ്പറാണോ ഈ പ്രശ്നം എന്ന് പറയുന്നത്? അതൊരു സംശയമായിട്ട് നിലനിൽക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കും. ഞാൻ എൻ്റെ സംശയം പറഞ്ഞാണ്. എനിക്ക് അതിനോടൊരു ഉദാഹരണമായിട്ട് വെക്കാനുള്ളത് ഇതേ ടീമിന്റെ തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയാണ്. ലൂസിഫറിന്റെ ട്രെയിലർ ഇറങ്ങി, ടീസർ ഇറങ്ങി. ഇവിടെയൊക്കെ ഈ ഇലുമിനാറ്റിയെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതാർക്കും മനസ്സിലായില്ല. ചിത്രത്തിന്റെ റിവ്യൂ വന്നു മലയാളത്തിലുള്ള എല്ലാ ചാനലുകളിലും. നമ്മുടെയൊക്കെ ചാനൽ തുടങ്ങിയിട്ട് നിൽക്കുന്ന സമയമാണ്. എനിക്ക് സത്യത്തിൽ അന്ന് ഇലുമിനാറ്റിയെ കുറിച്ചുള്ള ഒന്നും തന്നെ, ഇലുമിനാറ്റി എന്നുള്ള വാക്ക് എനിക്കറിയാമായിരുന്നു, അതെന്താണെന്ന് എനിക്കറിയാമായിരുന്നു. ഈ സിനിമയിൽ തുടക്കത്തിൽ അങ്ങനെ ടൈപ്പ് ചെയ്തു പോയി, അല്ല മറ്റേ കമ്പ്യൂട്ടറിലെ ഇലുമിനാറ്റിനെ കുറിച്ച് കാണിച്ചപ്പോഴൊന്നും തന്നെ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്റെ റിവ്യൂവിൽ ഞാനത് പറഞ്ഞില്ല. മലയാളത്തിൽ അന്ന് റിലീസ് ചെയ്ത, കാരണം നമ്മൾ തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത മറ്റുള്ളവരുടെയൊക്കെ ചാനലിൽ പോയിട്ട് അവരുടെയൊക്കെ റിവ്യൂ കാണുകയാണ് പതിവ്. ഈ ചാനലുകളിൽ ഒന്നും തന്നെ ഇലുമിനാറ്റിയെ കുറിച്ചുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിറ്റേ ദിവസമായപ്പോൾ ഈ ഒരു നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിയുമ്പോൾ പല വിഷയങ്ങളെയും എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന, അതിനെപ്പറ്റി പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന പല മഹാന്മാരുമുണ്ട്. പലരുടെയും പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പല ചാനലുകളും കാണാറുണ്ട്. അപ്പോൾ ഈ ചാനലുകളിലെല്ലാം ഈ സാധനം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഭവം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ തന്നെ സിനിമാ ചാനലുകളിൽ ഇലുമിനാറ്റിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മറ്റു മാധ്യമങ്ങൾ ഇലുമിനാറ്റിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ, സിനിമ ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് ആണ് എന്ന് കരുതി കണ്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഈ ഇലുമിനാറ്റി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇലുമിനാറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ് പുറത്തു വരാൻ തുടങ്ങി. നമ്മൾ ആ സമയത്ത് ഇലുമിനാറ്റിയെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ആ സമയത്ത് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് രണ്ടാമത് പോയി പടം കണ്ടിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത് കൊണ്ടുപോയി ഇലുമിനാറ്റിയെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ റിപ്പീറ്റഡ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അന്ന് ഞാൻ രണ്ടാമത് പടം കാണാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇലുമിനാറ്റി എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി. കാരണം ആദ്യം കണ്ടപ്പോൾ നമ്മളൊരു മോഹൻലാൽ പടം കണ്ട് ഇറങ്ങിപ്പോരുക ചെയ്തത്. അപ്പോൾ ആ ഒരു സംഭവമാണ് അത്രയും അന്ന് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വന്ന സിനിമയായിരുന്നു എമ്പുരാൻ. ആ സിനിമയെ അത്ര നിസ്സാരമായിട്ട് റെക്കോർഡ് അടിക്കാൻ പറ്റിയതിന്റെ കാരണം, അല്ലെങ്കിൽ കളക്ഷൻ പ്രോഫിറ്റ് ഉണ്ടാകാൻ കാരണം ഈ പറഞ്ഞ റിപ്പീറ്റഡ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ്. നോർമൽ റിപ്പീറ്റഡ് ഓഡിയൻസ് അല്ല അത്. കാരണം അവരെ രണ്ടാമത് തിയേറ്ററിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു വലിയ തന്ത്രമായിരുന്നു. എമ്പുരാനിലേക്ക് വരുമ്പോഴും അതേ തന്ത്രം തന്നെയല്ലേ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അന്ന് ധാരണ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ധാരണ കിട്ടുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ഈ സിനിമ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾ ഈ ഇലുമിനാറ്റിയെ കുറിച്ച് പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടാണോ പോയേ? അല്ല. ഈ സിനിമ ഇറങ്ങി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇലുമിനാറ്റിയെ കുറിച്ച് അറിയാമായിരുന്നോ? ഫസ്റ്റ് ഷോ കണ്ടവരെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ അല്ല, ഫസ്റ്റ് ഡേ കണ്ടവരെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്നാൽ രണ്ടാം ദിവസം ഈ ഇലുമിനാറ്റിയെ കുറിച്ചുള്ള വീഡിയോസ്, വാർത്തകൾ പുറത്തുള്ള ചാനലുകളിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഇലുമിനാറ്റി എന്തായിരുന്നു എന്നും ഈ സിനിമ എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്തതെന്നും. അപ്പൊ അതായത് അവർ ക്രിയേറ്റ് ചെയ്തതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. വലിയ പബ്ലിസിറ്റി കിട്ടാതിരുന്ന സംഭവത്തിന് പബ്ലിസിറ്റി കൊടുത്ത് അതൊരു ഇതാക്കി കൊണ്ടുവന്നിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം റിപ്പീറ്റഡ് ഓഡിയൻസിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്.
എമ്പുരാനിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ വെറുതെ റിപ്പീറ്റഡ് ഓഡിയൻസ് കിട്ടിയിട്ട് കാര്യമില്ല. കേരളം മൊത്തം ആളുകൾക്ക് പടം കാണുകയും വേണം, അവർ റിപ്പീറ്റ് അടിച്ച് കാണുകയും വേണം. എന്നാലാണ് എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടുള്ളൂ. കൂടെ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ആ ഒരു തന്ത്രമാണോ ഇവിടെ പയറ്റുന്നത്? എൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് സംസാരിക്കാം, പ്രതികരിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന സംഭവം ഇതാണ്. പല രാഷ്ട്രീയ ചാനലുകളിലും ഇതിനകത്ത് പ്രസംഗങ്ങൾ നടത്തുക അല്ലെങ്കിൽ വാർത്തകളൊക്കെ കൊടുക്കുന്ന സമയത്ത് പല പ്രമുഖരും ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് പൃഥ്വിരാജിന്റെ ബുദ്ധിയാണ്. കാരണം ഇതുവരെ എഡിറ്റ് ചെയ്യാത്ത സിനിമ കാണാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റമായിരുന്നു. ഇനി എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി എന്താണ് എഡിറ്റ് ചെയ്തെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ആളുകൾ കയറും. അത് മാത്രമല്ല, എഡിറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി സംഖ്യകൾ കയറും. അങ്ങനെ ഇനിയുള്ള ദിവസവും ആൾ കയറും എന്നുള്ളത്. അടുത്ത 10 ദിവസം, അതായത് ഇന്ന് 1-ാം തീയതിയാണ്, അടുത്ത 10 ദിവസം നല്ല രീതിയിലുള്ള ഒരു ഫ്രീ റണ്ണാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി മമ്മൂട്ടിയുടെ ബസൂക്ക വരുമ്പോൾ മാത്രമാണ് ഈ ചിത്രത്തിന് ഒരു എതിരാളി എന്ന് പറയാനുണ്ടാവുന്നത്. അതുവരെ വേറെ ആരും തന്നെ എതിരാളി ഇല്ല. അപ്പോൾ ആ ഒരു ഫ്രീ റൺ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു തന്ത്രമല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ പറഞ്ഞ സംഭവം ഒന്ന് എടുത്തു നോക്കുക. ആദ്യത്തെ ദിവസം മിക്സഡ് റിവ്യൂ കിട്ടിയ ചിത്രം, എന്നാൽ ഫാൻസുകാർ ഉൾപ്പെടെ അടിച്ചു കയറിയ ഒരു ചിത്രം. ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നുണ്ട്, ഗുജറാത്ത് കലാപം പറയുന്നുണ്ട്, ഈ പറഞ്ഞതിൽ വൺ സൈഡ് രാഷ്ട്രീയം പറയുന്നുണ്ട്, എല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് BJP അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ എന്നിട്ട് പറഞ്ഞ RSSനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത്. സംഘപരിവാറും RSS ഒക്കെ ഒന്നാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടില്ലാത്ത ആൾക്കാരാണ്. എന്തിനാലും ഏതാണ്ടൊക്കെ ഒരേ കളറാണെല്ലാം. അപ്പോൾ ആ ഒരു ടീമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ അതിനെക്കുറിച്ച് രാഷ്ട്രീയപരമായിട്ടൊന്നും ആരും വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നത് കേട്ടില്ല. 2-ാം ദിവസമാണ് ഈ ഒരു വാർത്ത വളരെ ശക്തമായിട്ട് വരുന്നത്. അത് ഒരു സൈഡിൽ നിന്നല്ല, പല ഭാഗത്തു നിന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യം തുടങ്ങുന്നതെന്നുള്ള ഓർക്കുക. രാഷ്ട്രീയക്കാരല്ല പ്രതികരിച്ച്, സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യം തുടങ്ങുന്നത്. ആ തുടക്കം പിന്നീട് രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കുകയായിരുന്നു. അവർ രാഷ്ട്രീയക്കാർ വെറും പാവകളായി മാറിയതാണോ ഈ ഒരു ഗെയിമിൽ എന്നുള്ളതും ചോദ്യമാണ്. അങ്ങനെ രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കുന്നതോടുകൂടി ഇത് കൈവിട്ടു പോകുമോ എന്നുള്ള രീതിയിലേക്ക് കഥ വരുന്നു. പിന്നീട് മാപ്പ് പറച്ചിലായി, കരച്ചിലായി, വിഴിച്ചിലായി കാര്യങ്ങളെല്ലാം വന്നു. അതിന്റെ ഇടയിൽ പൃഥ്വിരാജിന്റെ ഭാര്യയുടെ ഒരു പട്ടിഷോ, നമ്മൾ അങ്ങനെ തന്നെ പറയാം, ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടിഷോ അവിടെ കാണാൻ സാധിച്ചു. ഇപ്പൊ അവരെന്താണ് അതിനെപ്പറ്റി മറുപടി പറയണമെന്നും കൂടി ഒന്ന് കൊടുക്കണം. ഈ നിങ്ങൾ ഉദ്ദേശിച്ച ആരെ കുറിച്ചാണ്? ഈ പറഞ്ഞ RSSകാരെ കുറിച്ചാണോ, അതോ പൃഥ്വിരാജിനെ കുറിച്ചാണോ, അതോ മോഹൻലാലിനെ കുറിച്ചാണോ? ആരെ കുറിച്ചാണ് നിങ്ങൾ ഈ ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞതെന്ന് ഒരു റിപ്ലൈ ഉണ്ട്. ഇപ്പൊ അവരെ ആളറിഞ്ഞ് കളിക്കടാന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ മാപ്പ് പറച്ചിലും അവിടെ വന്നു. അപ്പൊ ആ ഒരു സംഭവം അവിടെ കോമഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പട്ടിഷോ കളിക്കിയിട്ട് കാര്യമില്ല, കാര്യമായിട്ട് തന്നെ പറയണം. ഇത് കൃത്യമായിട്ട് ഇവരുടെ ഒരു പ്ലാൻ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി കൃത്യമായിട്ട് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ തന്നെ നിലവിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഭീകരമായിട്ടുള്ള ബുക്കിംഗ്, ഇന്നലെയൊക്കെ കണ്ട ബുക്കിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഞെട്ടിപ്പോകും. 30,000-ന് മുകളിലാണ് ഒരു മണിക്കൂറിൽ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ആ സമയത്ത് തന്നെ മറ്റേ ഇത് എടുത്തു നോക്കി, നമ്മുടെ ഇങ്ങരുടെ പടത്തിന്റെ എടുത്തു നോക്കി, ആരുടെ തമിഴില് വിക്രത്തിന്റെ പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിന്റെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ ബുക്കിംഗ് കിടക്കുന്നത് 4,000-4,500 ഓരോ മണിക്കൂറിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. പീക്ക് ടൈമിൽ ഞാൻ കണ്ടത് 7,000. എന്നാൽ ഇത് പീക്ക് ടൈമിൽ 30,000 ടച്ച് ചെയ്യുന്നത് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. സൽമാൻ ഖാന്റെ പടം അഡ്വാൻസ് ബുക്കിംഗ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് വളരെ ശോകമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നാണ് പടം ഇറങ്ങുന്നത്, അതിന്റെ റിസൾട്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്നലെയും അല്ലെങ്കിൽ പ്രീ സെയിലൊക്കെ വളരെ ശോകമായിട്ടാണ് ആ സിനിമയുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു മലയാളം പടം റെക്കോർഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം ഇതാണ്. ഈ പറഞ്ഞ മാതിരി അടുത്ത ദിവസം തന്നെ എഡിറ്റ് ചെയ്ത ഭാഗം ഇറങ്ങും. അപ്പൊ അതിനു മുമ്പേ ഇതിന്റെ ഒറിജിനൽ വേഷം കാണണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതുമായിട്ട് തള്ളിക്കേറി ആളുകൾ പോകുന്നു. എന്നാൽ ഒറിജിനൽ വേഷം കഴിഞ്ഞിട്ട് ഈ എഡിറ്റ് ചെയ്ത ഭാഗം വരുമ്പോഴോ ഈ പറഞ്ഞ മാതിരി സംഖ്യകൾ അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, നമുക്കൊന്ന് നോക്കാമെന്ന് കരുതി കയറി കാണും. ഇതുവരെ മറ്റേ ഈ പറഞ്ഞ മാതിരി തന്നെ പട്ടിഷോ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നവന്മാർ ഇവരൊക്കെ സത്യത്തിൽ പടം കണ്ടിട്ടുണ്ടാവും. പറഞ്ഞ സംഖ്യകളിൽ ഏതാണ്ട് 99% മോഹൻലാലിന്റെ ആരാധന, അല്ലാതെ ഇവർ വേറെ ആരെയാണ് ആരാധിക്കുക എന്ന് സുരേഷ് ഗോപിനെയാണ്. പടം ചെയ്യാത്ത സുരേഷ് ഗോപിനെ ആരാധിച്ചിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ എന്തിനേലും ഇവരൊക്കെ ഈ പറഞ്ഞ മോഹൻലാലിന്റെ ആരാധനയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവരൊക്കെ ഫസ്റ്റ് ഡേ പടം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പടത്തിന് ഇത്രയും കളക്ഷൻ ഒന്നും വരത്തില്ല. പിന്നെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് വെറുതെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ആ ഒരു കളി കളിക്കാവുന്ന കേസല്ലേ ഉള്ളൂ, ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന്മാരൊക്കെ ഒന്നുകൂടെയും കയറി കാണാനുള്ള സാധ്യതയുണ്ട്. സംഖ്യകൾ റിപ്പീറ്റഡ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധാരണ പ്രേക്ഷകർ, ഇപ്പൊ എനിക്കും ആ സിനിമ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി എന്താണ് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കളഞ്ഞതെന്ന് നമുക്കൊന്നും അറിയണമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. ചിലപ്പോഴാ പോകത്തുള്ളൂ, എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ മാതിരി പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുകയല്ല ഇവിടെയും ചെയ്യുന്നത്. അന്ന് ഇലുമിനാണ്ടി ആയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു ഗിണ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു കളി കളിക്കാതെ ഈ സിനിമയ്ക്ക് ഒരു വിധത്തിലും പ്രൊഡക്ഷൻ ഇതിന്റെ എമൗണ്ടിന്റെ പകുതി പോലും പിടിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാണിച്ചാൽ മാത്രമാണ് ഇതിന്റെ കളക്ഷൻ ഒരു പരിധി വരെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. അതാണോ ഈ ഒരു ഗെയിം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതികരിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരങ്ങളും കാര്യങ്ങളും നമ്മൾ മറുപടി പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.